SP സുജിത് ദാസ് ക്യാമ്പ് ഓഫീസിൽ നിന്നും മരം മുറിച്ചുവെന്ന് പരാതിപ്പെട്ട SI N ശ്രീജിത്തിന്റെ മൊഴി ഉടനെടുക്കും. മരമുറിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് N ശ്രീജിത്തിനെ തൃശൂർ DIG തോംസൺ ജോസ് വിളിപ്പിച്ചു. ശ്രീജിത്ത് നൽകിയ പരാതി ഉന്നയിച്ചായിരുന്നു PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളുടെ തുടക്കം. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സമീർ, ഈ ശ്രീജിത്തിന്റെ കയ്യിൽ നിർണായകമായ വിവരങ്ങളുണ്ടോ? എന്തൊക്കെയാണ് ഈ അന്വേഷണ പുരോഗതിയുടെ വിശദാംശങ്ങൾ? വേണു, മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിൽ നിന്നും മരം മുറിച്ചു കടത്തിയെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക്, നിലവിലത്തെ പോലീസ് മേധാവിക്ക് ആദ്യം പരാതി നൽകുന്നത് SI N ശ്രീജിത്താണ്. അതിന് പിന്നാലെയാണ് PV അൻവർ വിഷയം ഏറ്റെടുക്കുകയും ഈ ആരോപണം ഉന്നയിക്കുകയും ചെയ്തത്. ഈ ഒരു ഘട്ടത്തിലാണ് അന്വേഷണ സംഘം, പ്രത്യേകിച്ച് തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ് ഈ പരാതിക്കാരനായിരിക്കുന്ന N ശ്രീജിത്തിനെ നിലവിൽ വിളിപ്പിച്ചിരിക്കുന്നത്. നാളെ തൃശൂർ DIG ഓഫീസിലെത്തി മൊഴി നൽകാനാണ് നിലവിൽ ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് N ശ്രീജിത്ത് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് ശ്രീജിത്തിന്റെ കയ്യിലുള്ള എല്ലാവിധ തെളിവുകളും മൊഴിയും അല്ലെങ്കിൽ വിവരങ്ങളും ഷെയർ ചെയ്യണമെന്ന് DIG ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ശ്രീജിത്ത് വ്യക്തമാക്കുന്നത്. നിലവിൽ ശ്രീജിത്ത് സസ്പെൻഷനിൽ കഴിയുകയാണ്. അദ്ദേഹം പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ SI ആയിരുന്നു ശ്രീജിത്ത്. ഈ സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ട്, സ്വർണ്ണക്കടത്തുകാരെ സഹായിച്ചു എന്നുള്ള അന്നത്തെ നിലവിലത്തെ ആരോപണ വിധേയനായ സുജിത് ദാസ് IPSന്റെ അന്ന് അദ്ദേഹം SP ആയിരുന്നു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ N ശ്രീജിത്തിനെ നിലവിൽ സസ്പെൻഷൻ നൽകിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതിന് പിന്നാലെയാണ് ഈ പരാതി നൽകുകയും ഈ ക്യാമ്പ് ഓഫീസിലെ മരമുറി അത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്ന DIG നാളെ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. ഇന്നലെ PV അൻവറിന്റെ മൊഴിയും 10 മണിക്കൂറോളം എടുത്ത് രേഖപ്പെടുത്തിയാണ് ഇന്നലെ തോംസൺ ജോസ് മടങ്ങിയത്. ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.